രാവിലെ വന്ന് നോക്കുമ്പോൾ ഇന്നലെ ഇട്ട കസേരയൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. എന്തായാലും അതൊക്കെ എടുത്ത് തട്ടിക്കിട്ടും. എന്നും കാണുന്നത് പോലെ തന്നെ ഇന്നും ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി എരിഞ്ഞാൽ എനിക്ക് കണ്ണെരിയുന്നത് കൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കാറില്ല. ഈ പുള്ളിക്കാരിയാണെങ്കിൽ ഈ ബാഗിനകത്ത് നിന്ന് പലഹാരപ്പൊതി എടുക്കുകയാണ്. ഇനി എന്തൊക്കെ ബാഗിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം. എന്തായാലും പിന്നെ ദിവസവും സൈൻ ചെയ്യാനുള്ള രജിസ്റ്ററിൽ നേരത്തെ തന്നെ പോയി സൈൻ ഇട്ടു. പഴവും ഉപ്പുമാവും കോമ്പിനേഷൻ സെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് ഇതായിരുന്നു താരം. ഉപ്പുമാവ് കണ്ടതിന്റെ നാണമാണെന്ന് തോന്നുന്നു ആ മുഖത്ത്. ഇവിടെ എന്തായാലും ഉച്ചത്തേക്കുള്ള ഭക്ഷണത്തിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹംസക്ക എന്തായാലും രാവിലെ തന്നെ പാട്ടൊക്കെ വെച്ച് ഫുൾ വൈബിലാണ്. തക്കാളി എരിഞ്ഞു വെക്കാൻ പറഞ്ഞപ്പോൾ ഒരു പുള്ളിക്കാരി കൃത്യമായി അത് ചെയ്തിട്ടുണ്ട്. വലിപ്പം കൂടിയോ കുറഞ്ഞോ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. കുറച്ച് ദിവസമായി മുറിയൊന്ന് വൃത്തിയാക്കിയിട്ട്, അതുകൊണ്ട് ഞങ്ങൾ കിടക്കുന്ന മുറി ഞങ്ങൾ തന്നെ ഒന്ന് വൃത്തിയാക്കാന്ന് കരുതി. അത് കഴിഞ്ഞ് നേരെ വിട്ടത് രാവിലത്തെ ക്ലാസ്സിനാണ്. നാടകകളരിയായിരുന്നു രാവിലെ. ബോറടിക്കുമെന്നാണ് ആദ്യം വിചാരിച്ചത്, പക്ഷെ സംഭവം സെറ്റായിരുന്നു. സാറ് എനർജി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ. വെറുമൊരു ക്ലാസ് ആയിരുന്നില്ല സാർ എടുത്തത്. എങ്ങനെ അഭിനയം രസിച്ച് പഠിക്കാമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ചില ആളുകൾ ഉണ്ടാകുമല്ലോ, അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ചു കാണിക്കും. അതുപോലെയുള്ള ഒരു ഓവർ ടാലന്റഡ് പുള്ളിക്കാരനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോഴാണ് കാണുന്നത് ക്യാമ്പിൽ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. ഇന്ന് ടീച്ചറുടെ മോളെയും കുട്ടിയാണ് വന്നത്. അങ്ങനെ എന്തായാലും ലഞ്ച് കഴിക്കാനുള്ള സമയമായി. ഭക്ഷണം തീരുമോ എന്നുള്ള പേടിയിലുള്ള നെട്ടോട്ടത്തിലാണ് ഈ പുള്ളിക്കാരി. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് അടിപൊളിയായിരുന്നു. ഈ പുള്ളിക്കാരൻ പിന്നെ തട്ടത്തിന് മറിയത്തിൽ പറയും പോലെ ഭക്ഷണം കണ്ടാൽ ചുറ്റുമുള്ളതൊന്നും പിന്നെ കാണില്ല. സീനിയേഴ്സിനെ ഒന്ന് ക്യാമ്പിലേക്ക് വിളിച്ചിരുന്നു. അതിലൊരാളാണ് ഇത്. നാണം കൊണ്ടാണെന്ന് തോന്നുന്നു ഈ പുള്ളിക്കാരി മുഖം പൊത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ഇത് കാണുന്നത്. സാറ് കാര്യമായ ഫോൺ വിളിയിലാണ്. എന്തായാലും ഫോൺ വിളി എവിടെ നടക്കട്ടെ. ഇന്ന് ക്യാമ്പിലേക്ക് ഞങ്ങളെ കാണാൻ പേരൻസ് ഒക്കെ വന്നിരുന്നു. ഈ പുള്ളിക്കാരന്റെ വാപ്പയാണ് ഇത്. വാപ്പ വന്നു പോകുമ്പോഴുള്ള ഒരു മകന്റെ രോദനമാണ് ഈ കാണുന്നത്. എന്തായാലും ഉമ്മയെയും വാപ്പയെയും സന്തോഷത്തോടെ തന്നെ തിരിച്ചു പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ രണ്ട് പോക്കറ്റിൽ കൈയിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നത് വേറൊരു പുള്ളിക്കാരിയുടെ ഇക്കാക്കയാണ്. ഇവിടെ വേറൊരാളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ആളെ കാണാൻ വേണ്ടി വെയിറ്റിംഗിലാണ്. ക്യാമറ കണ്ടാൽ നാണം വരുന്നത് ഒരു അസുഖമാണെങ്കിൽ ഉറപ്പിച്ചോ ഈ പുള്ളിക്കാരനും ആ അസുഖമുണ്ട്. എന്തായാലും അങ്ങനെ ഇന്നത്തെ പാർലമെന്റും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ പുള്ളിക്കാരൻ എന്ത് പാർലമെന്റ്, അവിടെ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും കളിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഇന്നത്തെ പാർലമെന്റും കഴിഞ്ഞു. പാർലമെന്റ് കഴിഞ്ഞതിന്റെ സന്തോഷമായിരിക്കണം ആ മുഖത്ത്. ഏതാ ചിരി. അങ്ങനെ ഇന്നത്തെ ഏകദേശം പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഈ ഡിന്നറോടി അകത്താക്കിയാൽ എല്ലാം ശുഭം. അത് കഴിഞ്ഞ് ചെറിയൊരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ പാട്ടും കവിതയും പ്രസംഗവും ഒക്കെ പറഞ്ഞ് അങ്ങനെ അടിച്ചു പൊളിച്ചു. നാളത്തെ ന്യൂസ് റിപ്പോർട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെതാണ്. അപ്പോൾ അത് എഴുതുന്ന തിരക്കിലാണ് ഇവരെല്ലാവരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട്, നമുക്ക് കഴിയുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇത് ഞാൻ ചെയ്തതാ, ചെറിയൊരു ഓവർ ടാലന്റ് കാണിച്ചതാ. അപ്പോൾ ഇത്രേ ഉള്ളൂ.